കൊന്നിച്ചിവ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് ഡീമൺ സ്ലെയറിന്റെ ചാപ്റ്റർ 199 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിന്റെ പേര് ഡോൺ ഓഫ് 1000 ഇയേഴ്സ് എന്നാണ്. ക്ലൈമാക്സിലേക്ക് കടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടെന്ന് ഉറപ്പുവരുത്തുക. ലിങ്ക് ഞാൻ നേരെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്, അതായത് ഈ ഡീമൺ സ്ലെയറിന്റെ ലാസ്റ്റ് ഫൈറ്റിലെ MVP ആരാണ്? എന്നെ സംബന്ധിച്ച് ഒബനയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ സൂര്യൻ ഉദിച്ചുകൊണ്ടാണ്. ഇത് കണ്ട് നമ്മുടെ മൂസ നന്നായിട്ട് തന്നെ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നേരത്തെ യൂസ് ചെയ്ത പോലെ ഒരു വലിയൊരു ഷോക്ക് വേവ് ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ സനമെ തെറിച്ചു പോകും, അതേപോലെ ഒബനായും തെറിച്ചു പോകും. പക്ഷേ നമ്മുടെ താഞ്ചർ തെറിച്ചു പോകത്തില്ല, പുള്ളിക്കാരൻ അവിടെ തന്നെ പിടിച്ചിട്ട് നിൽക്കും. എന്നാൽ മുസാൻ ഒന്നുകൂടെ പവർ വെക്കാനത്ത് നമ്മുടെ താഞ്ചറുടെ ഇടത്തെ കൈ പൂർണ്ണമായിട്ടും മുറിഞ്ഞു പോകും. പക്ഷേ നമ്മുടെ താഞ്ചർ കൈ വിടത്തില്ല, വലത്തെ കൈ വേണ്ടി ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. താഞ്ചറുടെ മനസ്സിൽ പറയുന്നുണ്ട്, കൈ വിടല്ലേ, ബ്ലേഡ് റെഡ് ആക്കണം, എങ്ങനെയെങ്കിലും റെഡ് ആക്കണം. എന്നിട്ട് നമ്മുടെ റെങ്കോക്ക് പറഞ്ഞു കൊടുത്ത ആ ഡയലോഗ് പുള്ളിക്കാരൻ ആലോചിച്ചുകൊണ്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ, ഞാൻ ബ്ലേഡ് റെഡ് ആക്കിയിരിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ താഞ്ചറുടെ ബ്ലേഡിൽ ഒരു കൈ വന്ന് പിടിക്കും, അതായത് ലെഫ്റ്റ് ഹാൻഡ് വന്ന് പിടിക്കും. നമ്മുടെ താഞ്ചർക്ക് റൈറ്റ് ഹാൻഡ് മാത്രമേ ഉള്ളല്ലോ. നോക്കാൻ നേരത്ത് നമ്മുടെ ഗിയു ആണത്. അവർ രണ്ടുപേരും കൂടെ നമ്മുടെ മുസാന അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പിടിക്കുന്നതുകൊണ്ട് തന്നെ ആ ബ്ലേഡ് പതുക്കെ റെഡ് കളറിലേക്ക് മാറുന്നുണ്ട്. മുസാന നന്നായിട്ട് വേദന എടുക്കുകയും പുള്ളിക്കാരൻ കുറെ ചോര ഛർദ്ദിക്കുകയും ചെയ്യും. അതേസമയം തന്നെ സൂര്യൻ ഉദിച്ചു വരുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ വലത്തെ സൈഡ് മുഴുവൻ കത്തി എരിയുന്നുണ്ട്. നിലവിൽ ഞാൻ എന്റെ ബോഡി ചെറുതാക്കി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും മരിച്ചു പോകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്റെ ബോഡിനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യും? മാംസം കൊണ്ട് ഒരു ആർമർ ക്രിയേറ്റ് ചെയ്താലോ? അതും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരന്റെ മാംസം പുള്ളിക്കാരൻ വലുതാക്കാൻ തുടങ്ങും. നെക്സ്റ്റ് മാലിൽ നോക്കാൻ നേരത്ത് ഒരു കൊച്ചു ഡീമൻ, അതായത് കൊച്ചുകുട്ടി ഡീമൻ ആയാൽ എങ്ങനെ ഇരിക്കും അതേപോലെ മുസാൻ ചേഞ്ച് ആവും. അതായത് പുള്ളിക്കാരന്റെ ബോഡി പുള്ളിക്കാരന്റെ മാംസം കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. എന്നിട്ട് ഗിയുവിനെ തട്ടി പുറകോട്ട് മാറ്റിയിട്ട് നമ്മുടെ താഞ്ചുറിനെ നമ്മുടെ മുസാൻ അബ്സോർവ് ചെയ്ത് അകത്തേക്ക് എടുക്കും. പക്ഷേ നമ്മുടെ മുസാൻ എന്നിട്ട് ശരീരം നന്നായിട്ട് പൊള്ളുന്നുണ്ട്. നമ്മുടെ മുസാൻ ആ ശരീരം കൊണ്ട് അവിടുന്ന് എഴഞ്ഞ് രക്ഷപ്പെടാൻ നോക്കാൻ നേരത്തെ നമ്മുടെ കിറിയ സമ്മതിക്കത്തില്ല. പുള്ളിക്കാരൻ കിടന്ന് കാറുന്നുണ്ട്. അവൻ ഒരിക്കലും ഷെയ്ഡിന്റെ താഴത്തേക്ക് എത്തിക്കാൻ സമ്മതിക്കില്ലേ, അവർ ഇപ്പൊ തന്നെ നമുക്ക് കൊല്ലണം. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറെ ഡീമൺ സ്ലേസ് ഒക്കെ കൂടെ ഒരു കുറെയൊക്കെ ബുക്ക് ഷെൽഫൊക്കെ ഇല്ലേ, അതൊക്കെ ഉന്തി നമ്മുടെ മുസാന്റെ തലയിൽ ഇടുന്നുണ്ട്. മുസാൻ അതൊക്കെ തട്ടിയിട്ട് ഒന്ന് എണീക്കാൻ ശ്രമിക്കാൻ നിർത്തി നമ്മുടെ ഉപേക്ഷിക്ക് അടുത്ത ടീമിന് ഇടും. അതായത് കുറെ പേര് കാർ കൊണ്ട് നമ്മുടെ മുസാനെ ഇടിപ്പിക്കുവാണ്. ദേഷ്യം വന്ന മുസാൻ ആ കാറൊക്കെ തല്ലി പൊട്ടിക്കുന്നുണ്ട്. അതിന്റെ അകത്തുള്ളവരൊക്കെ ജസ്റ്റ് മിസ്സിലാണ് രക്ഷപ്പെട്ട് പോകുന്നത്. അങ്ങനെ അവിടുന്ന് മാറി ഒരു ബിൽഡിങ്ങിന്റെ ഷെയ്ഡിലേക്ക് മുസാൻ കയറാൻ ശ്രമിക്കും. പക്ഷെ സമ്മതിക്കത്തില്ല. അവരൊരു ബസ് കൊണ്ട് വട്ടം ഇട്ട് വെച്ചിരിക്കുകയാണ്. കിറിയ അവിടെ നിന്ന് ഓർഡേഴ്സ് കൊടുക്കുന്നുണ്ട്, അവനെ ഷെയ്ഡിൽ കയറ്റാൻ സമ്മതിച്ചൂടെ, അവൻ വട്ടം പിടിച്ച് നിർത്തിക്കോ. അങ്ങനെ മുസാന് ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സും കൂടെ അവിടെ കിടന്ന ഒരു മൽപ്പിടുത്തമുണ്ട്. നമ്മുടെ ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സ് എല്ലാവരും കൂടെ ഉള്ള കാരണം മുസാനെ അങ്ങോട്ട് കയറ്റാൻ അവർ അനുവദിക്കുന്ന പോലുമില്ല. ഈ സമയം എല്ലാം നമ്മുടെ മുസാൻ വെയിൽ കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ ശരീരമൊക്കെ പൊള്ളി അവിടെയൊക്കെ കറുത്ത് പാടുവരാനും തുടങ്ങും. പെട്ടെന്ന് ദേഷ്യം വന്ന മുസാൻ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കൈ പൊക്കുകയും ചെയ്യും. കിറിയ പറയുന്നുണ്ട്, ആരും തന്നെ പുറകോട്ട് മാറിയേക്കില്ല, ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയ ചിന്തിക്കാന്ന് പറയാൻ നേരത്ത് മുസാൻ അവരെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ തൊട്ട് വക്കത്തെത്തും. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സനമി അവിടേക്ക് വന്ന് മുസാന്റെ ആ വലത്തെ കൈ അങ്ങോട്ട് മുറിച്ചു മാറ്റും. കുറെ അധികം പരിക്കുകളുള്ള കാരണം പുള്ളിക്കാരൻ പ്രോപ്പർ ആയിട്ട് ലാൻഡ് ചെയ്യാൻ പോലും പറ്റിയില്ല. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നീ ഒന്ന് ചത്താപ്പോരെ, എന്തിനാണ് ഈ കിടന്ന് ഓടുന്നത്, അവിടെ നിൽക്കി. അങ്ങനെ വീണ്ടും മുസാൻ ആ ഷെയ്ഡിലേക്ക് കയറാൻ ശ്രമിക്കാൻ നേരത്ത് ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സ് സമ്മതിക്കുന്നില്ല. അവരാ ബസ് ഇങ്ങനെ ഉന്തി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് അവർക്ക് ആർക്കും ഒരു പിടുത്തമില്ല. പെട്ടെന്ന് മുസാന്റെ കഴുത്തിലൂടെ ഒരു ചങ്ങല വരും. നോക്കാൻ നേരത്ത് ഗ്യോമയും കുറെ ഡീമൺ സ്ലേയേഴ്സ് ഒക്കെ കൂടെ മുസാനെ കഴുത്തിന് ചങ്ങലിട്ട് ബാക്കിലേക്ക് വലിക്കുവാണ്. എല്ലാവരും ഒരുമിച്ച് വലിക്കുന്നതുകൊണ്ട് തന്നെ മുസാനെ നേരെ അവർ വലിച്ച് ബാക്കിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരന്റെ ഫേസും ബാക്കിയുള്ള ഭാഗവും ഒക്കെ പൊള്ളാനും തുടങ്ങും. കിറിയ കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്, മരിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മരിക്ക്, സൂര്യനെ കിടക്കുമല്ലേ, വെന്തങ്ങോട്ട് മരിക്ക്. ഇതേ സമയം ബാക്കിയുള്ളവരെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇനി കുറച്ചുകൂടെ ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ മൂസാനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേദന കൊണ്ട് പോളയുന്ന മൂസ നേരെ കമന്ന് കിടന്ന് പുള്ളിക്കാരൻ നേരെ മണ്ണ് കുഴിച്ച് താഴത്തേക്ക് പോകാനൊരു പ്ലാൻ ചെയ്യും. എന്നാൽ അവർ സമ്മതിക്കത്തില്ല. നമ്മുടെ ഗ്യോമിയും ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സ് എല്ലാം കൂടെ അവരെ പുറകെട്ട് വലിച്ചിങ്ങനെ പിടിക്കാൻ നോക്കുവാണ്. ഗ്യോമിൻ പറയുന്നുണ്ട്, അവനെ അറ്റാക്ക് ചെയ്യും, അവനങ്ങനെ മുറിച്ച് അവന്റെ സ്റ്റാമിന മുഴുവൻ നമുക്ക് അങ്ങനെ നശിപ്പിക്കണം. നേരത്തെ വീണ സാധനം ഒന്ന് എണീക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്നില്ല. കാരണം പുള്ളിയൊക്കെ മാക്സിമം ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ ചോരൊക്കെ ഛർദ്ദിച്ച് പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുവാണ്. എന്നാൽ ആ സമയം നമ്മുടെ ഗിയു ഒറ്റ കൈയായിട്ട് വന്ന് നമ്മുടെ മുസാൻ അറ്റാക്ക് ചെയ്യും. പക്ഷേ പുള്ളിക്കാരന് ആദ്യം അങ്ങോട്ട് ഡാമേജ് കൊടുക്കാനും പറ്റുന്നില്ല, കാരണം ഒരു കൈയല്ലേ ഉള്ളൂ. ഈ സമയത്ത് ബ്രെത്ത് കൺട്രോൾ ഉണ്ട്. നമ്മുടെ സനമി അവിടേക്ക് വന്ന് മുസാനെ അറ്റാക്ക് ചെയ്യും. പെട്ടെന്ന് തന്നെ ഒബന ഇങ്ങോട്ട് വന്ന് മുസാനെ അറ്റാക്ക് ചെയ്യും. എല്ലാവരും അവരുടെ ലിമിറ്റ്സിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നീ ഒന്ന് മരിച്ചൂടെ, നീ എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കാന്ന് പറയുന്നത് പുള്ളിക്കാരന്റെ ചങ്ങല പൊട്ടി അവരെല്ലാം ബാക്കിലേക്കും മുസാൻ ഫ്രണ്ടിലേക്കും വീഴും. മുസാൻ അങ്ങനെ പുള്ളിക്കാരന്റെ തലയൊക്കെ നേരെ മണ്ണിലേക്ക് പൂഴ്ത്താൻ തുടങ്ങാൻ നേരത്ത് നമ്മുടെ താഞ്ചുറോ ഇല്ലേ മുസാന്റെ അകത്തില്ല, പുള്ളിക്കാരൻ കൈ ഇങ്ങനെ മുറുക്കി പിടിക്കാൻ നേരത്ത് ആ ബ്ലേഡ് ചുട്ട്
ചുട്ടുപൊള്ളും. ഇത് മൂലം നമ്മുടെ മുസാന്റെ ശരീരത്തിന്റെ അകത്ത് നിന്ന് ചോര വരികയും പുള്ളിക്കാരൻ നേരെ എണീക്കുകയും ചെയ്യും. ആ സമയത്ത് തന്നെ സൂര്യൻ നന്നായിട്ട് തന്നെ ഉദിച്ചിരുന്നു. അങ്ങനെ സൂര്യന്റെ വെയിൽ കൊണ്ട് നമ്മുടെ മൂസാൻ കിടന്ന് കാറുവാണ്. പതുക്കെ 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 പുള്ളിക്കാരന്റെ ശരീരമൊക്കെ പൊടിഞ്ഞു പോയിക്കൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. മുസാൻ ശരിക്കും മരിക്കുവോ? ഇത് മുസാനെ കൊല്ലാൻ മതിയാകുമോ? എന്ത് സംഭവിക്കും ഇനി? നമ്മുടെ മുസാൻ അബ്സോർവ് ചെയ്ത താഞ്ചറോക്ക് എന്ത് സംഭവിക്കും? എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാത്തിരിക്കണം.